ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ജൂലൈ 26 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്നീ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2025. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വേർഡ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, CONSEL കൺസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, fill in the blank with the appropriate article. I need dash new laptop for my work. I need dash new laptop for my work. Options: option A, option B, and option C, the, option D, no article. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. I need a new laptop for my work. അടുത്ത ക്വസ്റ്റ്യൻ, choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result. Neither the team nor the coach dash satisfied with the result. Options: option A is, option B are, option C has, option D have. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. അതെന്തുകൊണ്ടാ ഈസ് വന്നതെന്ന് നോക്കാം. ഒരു സെന്റൻസിനെ നമ്മൾ നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അതില് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. എന്താണ്, ഒരു സെന്റൻസിനെ നമ്മൾ നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിലെ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ കോച്ച് ആണ്. ദ കോച്ച് ഒരു സിംഗുലർ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ് സെന്റൻസ് ഇൻടു പാസീവ് വോയിസ്. പാസീവ് വോയിസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇതാണ്: മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ. മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡെലീഷ്യസ് മീൽ ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. ഓപ്ഷൻ ബി, എ ഡെലീഷ്യസ് മീൽ was prepared by my mother. Option C, my mother was preparing a delicious meal. Option D, my mother prepares a delicious meal. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. അപ്പൊ ഇതിന്റെ റൂൾ എന്താ വരിക? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. അപ്പം പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ പാസീവ് ഫോം എങ്ങനെയാ വരുന്നത്? ആദ്യം എഴുതേണ്ടത് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പം ഇവിടുത്തെ ഒബ്ജക്റ്റ് വരുന്നത് എ ഡെലീഷ്യസ് മീൽ ആണ്, അല്ലെ? എ ഡെലീഷ്യസ് മീൽ, പിന്നെ വാസ് ഓർ വെയർ ചേർക്കണം. ഡെലീഷ്യസ് മീൽ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ചേർക്കാം. എ ഡെലീഷ്യസ് മീൽ വാസ്, പിന്നെ V3 പ്രിപ്പയർഡ് ബൈ മൈ മദർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഓപ്ഷൻ എ ഗുഡ്, ഓപ്ഷൻ ബി വെൽ, ഓപ്ഷൻ സി ബെറ്റർ, ഓപ്ഷൻ ഡി ബെസ്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വെൽ ആണ്. ഷീ പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ആന്റോണിം ഫോർ ദ വേർഡ് ബെനവോലന്റ്. ബെനവോലന്റ് എന്ന വേർഡിന്റെ ആന്റോണിം ഏതാണ്? ഓപ്ഷൻ എ മെയിൽവോലന്റ്, ഓപ്ഷൻ ബി കമ്പാഷനേറ്റ്, ഓപ്ഷൻ സി ആൾട്രോയിസ്റ്റിക്, ഓപ്ഷൻ ഡി ജനറസ്. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ മെയിൽവോലന്റ്, ഓപ്ഷൻ ബി കമ്പാഷനേറ്റ്, ഓപ്ഷൻ സി ആൾട്രോയിസ്റ്റിക്, ഓപ്ഷൻ ഡി ജനറസ്. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം എന്താണ്? ദയുള്ള, ഉദാരമതിയായ എന്നൊക്കെയാണ് ബെനവലന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ആന്റോണിം വരുന്നത് ഓപ്ഷൻ എ മെയിൽവോലന്റ് ആണ്. മെയിൽവോലന്റ് എന്ന് പറഞ്ഞാല് ദുഷ്ടതയുള്ള എന്നാണ് അർത്ഥം. അപ്പം ബെനവോലന്റിന്റെ ആന്റോണിം ആണ് മെയിൽവോലന്റ്. കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വരുന്നത്? മനസ്സലിവുള്ള. ആൾട്രോയിസ്റ്റിക് എന്ന് പറഞ്ഞാല് പരോപകാരിയായ. ജനറസ് എന്ന് പറഞ്ഞാല് ഔദാര്യമുള്ള. ബാക്കി
3 ഓപ്ഷനുകളും ബെനവലന്റിനോട് യോജിക്കുന്ന ഓപ്ഷൻസ് ആണ്. മെയിൽവോളന്റ് മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബെനവോലന്റ് എന്ന വാക്കിന്റെ ആന്റോണിമാണ് മെയിൽവോലന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ATM കോമൺലി റെഫർ ടു ഇൻ ബാങ്കിങ്? ബാങ്കിങ്ങിലെ ATM എന്നതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATM എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ വൊറേഷ്യസ്? വൊറേഷ്യസ് എന്ന വേർഡിന്റെ സിനോണിം എന്താണ്? ഓപ്ഷൻ എ ഇൻസാഷ്യബിൾ, ഓപ്ഷൻ ബി ഇൻഡിഫറന്റ്, ഓപ്ഷൻ സി മോഡസ്റ്റ്, ഓപ്ഷൻ ഡി റെലുക്റ്റന്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇൻസാഷ്യബിൾ ആണ്. വൊറേഷ്യസ് എന്ന് പറഞ്ഞാൽ മീനിങ് അത്യാർത്തിയുള്ള, വൊറേഷ്യസ് അത്യാർത്തിയുള്ള, ഇൻസാഷ്യബിൾ എന്ന് പറഞ്ഞാൽ തൃപ്തിയാവാത്ത. അപ്പം വൊറേഷ്യസിന്റെ സിനോണിമാണ് ഇൻസാഷ്യബിൾ. ഇനി ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത. എന്താണ് ഇൻഡിഫറന്റ്? താല്പര്യമില്ലാത്ത. മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനീതനായ, മോഡസ്റ്റ് വിനീതനായ. റെലുക്റ്റന്റ് എന്ന് പറഞ്ഞാൽ മടി കാണിക്കുന്ന, റെലുക്റ്റന്റ് മടി കാണിക്കുന്ന. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്? ഓപ്ഷൻ എ ഷീ ഡോണ്ട് ലൈക്ക് പിസ്സ, ഓപ്ഷൻ ബി ഷീ ഡസന്റ് ലൈക്ക് പിസ്സ, ഓപ്ഷൻ സി ഷീ നോട്ട് ലൈക്സ് പിസ്സ, ഓപ്ഷൻ ഡി ഷീ ഈസ് നോട്ട് ലൈക്ക് പിസ്സ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഷീ ഡസന്റ് ലൈക്ക് പിസ്സ. ഓക്കെ, അപ്പൊ നമ്മള് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമുക്കടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി ചന്ദ്രിക, ഓപ്ഷൻ സി ദ്യോവ്, ഓപ്ഷൻ ഡി സൂര്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ചന്ദ്രനാണ്. ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് സോമൻ, വിധു, ഇന്ദു. അടുത്ത ചോദ്യം, തെറ്റായ പദമേത്? ഓപ്ഷൻ എ ഐച്ഛികം, ഓപ്ഷൻ ബി യാദൃച്ഛികം, ഓപ്ഷൻ സി അനാച്ഛാദനം, ഓപ്ഷൻ ഡി വൃശ്ചികം. ഇതിൽ തെറ്റായ പദം വരുന്നത് ഓപ്ഷൻ ഡി വൃശ്ചികമാണ്. വൃശ്ചികം എന്നാണ് എഴുതുന്നത്. ഷായും ചായും കൂടെ കൂട്ടി വേണം എഴുതാൻ, വൃശ്ചികം. അടുത്ത ചോദ്യം, നാഗം എന്നതിന്റെ വിപരീത പദം എന്ത്? നാഗം എന്നതിന്റെ വിപരീത പദം. ഓപ്ഷൻ എ നുകം, ഓപ്ഷൻ ബി നാഗം, ഓപ്ഷൻ സി നരകം, ഓപ്ഷൻ ഡി നഗരം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നരകം. നാഗം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വർഗം. അപ്പം നാഗത്തിന്റെ വിപരീത പദം വരുന്നത് നരകം. അടുത്ത ചോദ്യം, ചെയ്യേണ്ടത് ചെയ്തു എന്നർത്ഥം വരുന്ന പദം. ചെയ്യേണ്ടത് ചെയ്തു എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ കൃതകാര്യ, ഓപ്ഷൻ ബി കൃതകൃത്യ, ഓപ്ഷൻ സി കൃതജ്ഞ, ഓപ്ഷൻ ഡി കൃതജ്ഞ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൃതകൃത്യ. ചെയ്യേണ്ടത് ചെയ്തു എന്നർത്ഥം വരുന്ന പദമാണ് കൃതകൃത്യ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം, ഓപ്ഷൻ ബി ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണം, ഓപ്ഷൻ സി ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണം, ഓപ്ഷൻ ഡി ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകം, ഇങ്ങനെ ഈ 2 വാക്കൂടെ ഒന്നിച്ച് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണമെന്ന് മതി. ഓക്കെ, അടുത്ത ചോദ്യം, നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥം. നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ ശബദം, ഓപ്ഷൻ ബി ശബ്ദം, ഓപ്ഷൻ സി ശത്രു, ഓപ്ഷൻ ഡി ശതദ്രു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ
ബി ശബ്ദം. നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥമാണ് ശബ്ദം. അടുത്ത ചോദ്യം, എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ. ഓപ്ഷൻ എ, ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഓപ്ഷൻ ബി, ടു ആഡ് ഓയിൽ ടു ദ ഫയർ. ഓപ്ഷൻ സി, ടു ആഡ് ഫ്യൂവൽ ടു ദ ഫ്ലെയിംസ്. ഓപ്ഷൻ ഡി, ടു ആഡ് ഓയിൽ ടു ദ ഫ്ലെയിം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മക്കൾ, ഓപ്ഷൻ ബി ആണുങ്ങൾ, ഓപ്ഷൻ സി അമ്മമാർ, ഓപ്ഷൻ ഡി പെങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പെങ്ങളാണ്. അടുത്ത ചോദ്യം, ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജഗത് പ്ലസ് മനസ്സെന്നാണ് ജഗൻ മനസ്സ് പിരിച്ചെഴുതുന്നത്. ജഗത് പ്ലസ് മനസ്സ്. അടുത്ത ചോദ്യം, ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ ശ്ലോകത്തിൽ കഴിക്കുന്നവൻ. ഓപ്ഷൻ ബി ഒറ്റുകാരൻ. ഓപ്ഷൻ സി ആശിച്ച് കാലം കഴിക്കുന്നവൻ. ഓപ്ഷൻ ഡി അവസാനം കാണുന്നവൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആശിച്ച് കാലം കഴിക്കുന്നവൻ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആശിച്ച് കാലം കഴിക്കുന്നവൻ. അപ്പൊ നമ്മൾ ഇന്ന് 92/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തത്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ PYQ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് സെഷൻ ഉണ്ട്. ഇതിന്റെ തന്നെ വീഡിയോ ക്ലാസ് എയിം ഫോർ PSC യൂട്യൂബ് ചാനലിലും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാൻ പറ്റാത്തവര് ഈ ക്ലാസ് തീർച്ചയായിട്ടും കാണുക. അപ്പം നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.